പ്രവാസികൾ നേരിടുന്ന യാത്രാ പ്രശ്നത്തെക്കുറിച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ എത്തിയിരിക്കുന്നത് പ്രശസ്ത വ്ളോഗർ സമദ് അസ്ലൻ, അതുപോലെ കേരളത്തിലും അകത്തും പുറത്തും അറിയപ്പെട്ട പ്രശസ്ത എഴുത്തുകാരൻ KVK ബുഖാരി, രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മൾ പ്രവാസ ലോകത്ത് പ്രവാസം തുടങ്ങിയ അന്നു മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആകാശ യാത്ര എന്നുള്ള നിലക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്. ലക്ഷക്കണക്കിന് പ്രവാസികൾ UAE താമസിക്കുന്നുണ്ട്. അതിൽ 40% ആളുകളും വളരെ പാവപ്പെട്ടതായി ജീവിക്കുന്ന ആളുകളാണ്. ഇന്നും പരിഹരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ടിക്കറ്റ്, അതുപോലെ തന്നെ സമയം. ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ ഒരു പരിഹാരത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതായത് വിമാനയാത്രയുമായി ബന്ധപ്പെട്ട് പ്രവാസി അനുഭവിക്കുന്ന പ്രയാസത്തിൽ ഏതാണ്ട് പ്രവാസത്തോളം തന്നെ പഴക്കമുണ്ട്. എന്ന് യാത്ര തുടങ്ങിയോ അന്ന് മുതൽ ഈ പ്രശ്നം അനുഭവിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ മലയാളി സംഘടനകൾ, പ്രവാസി സംഘടനകൾ, നമുക്കിതിനകത്ത് മലയാളിയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സംഘടനകളുണ്ടോ അതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സംഘടന ഒറ്റ പേരെടുത്ത് പറയേണ്ടതില്ല. ഒരുപാട് ശ്രമങ്ങൾ, അത് ചില സന്നദ്ധ സംഘടനകളും സാമൂഹ്യ സംഘടനകളൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടത്തി മറ്റേത് സമരമാർഗങ്ങളും അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെ അതിനകത്ത് ഏതെങ്കിലും ഒരർത്ഥത്തിൽ പരിഹാരങ്ങൾ കിട്ടാറുണ്ടെങ്കിൽ പതിറ്റാണ്ടുകളായി യാതൊരു അധികാരികൾ ഒന്ന് കേൾക്കുക പോലും ചെയ്തിട്ടില്ല. നമ്മൾ ചെവി കൊടുക്കില്ല എന്നൊക്കെ പറയും. പ്രവാസികളുടെ ഈ ഒരു പ്രവാസികൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ പലപ്പോഴും പ്രവാസികൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് ഈ ഫ്ലൈറ്റ് യാത്ര. ഇത് ഈ പീരീഡുമായി ബന്ധപ്പെട്ട് ചില സീസണൽ സമയത്ത് വരുമ്പോഴേ ടിക്കറ്റിന് വലിയ റേറ്റ് ഈടാക്കുക, ജീവനം കൊണ്ടുപോകുമ്പോഴല്ല, ഒരു മൃതദേഹം പറഞ്ഞയക്കുമ്പോൾ ആ മൃതദേഹത്തിന് പോലും നീതീകരിക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ തുക വാങ്ങുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ വ്യക്തമായിട്ട് അടയാളപ്പെടുത്തുന്നതാണെങ്കിലും ഒരുപാട് ശ്രമങ്ങൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറയപ്പെട്ട സംഘടനകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു ഉത്തരം കിട്ടുന്നത് പലപ്പോഴും ഇത് നമ്മൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് നിക്ഷിപ്തം, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനോ മാത്രം ചെയ്യാൻ കഴിയുന്നതല്ലാത്ത, അല്ലെങ്കിൽ തന്നെ പല പ്രശ്നത്തിനും ഈ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും പരസ്പരം ചളി വാരിയരാണ്. അവർ ഉത്തരവാദിത്തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന ഒരു സ്വഭാവമുണ്ട്. ഇത് പ്രത്യേകിച്ചും ഒരു ഫെഡറൽ സംവിധാനം ഉണ്ടെങ്കിൽ പോലും ആ ഫെഡറൽ സംവിധാനത്തിന്റെ മര്യാദ പാലിക്കാതെയാണ് പലപ്പോഴും കേന്ദ്രത്തിൽ വരുന്ന ഗവൺമെന്റുകൾ പ്രവാസികൾക്ക് വേറെ മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്നത് മാത്രമല്ല, ഈ സെൻട്രൽ ഭരിക്കുന്ന ഗവൺമെന്റുകൾക്ക് അനുകൂലമല്ലാത്ത സ്റ്റേറ്റുകളാണെങ്കിൽ അവരുടെ ഒരു പ്രശ്നം അഡ്രസ് ചെയ്യാതിരിക്കുന്ന ഒരു പൊളിറ്റിക്സാണ്. പക്ഷെ ഇവിടെ വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു പൊളിറ്റിക്സിന് ഉപരി ഇത്തരം ഫ്ലൈറ്റ് ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ പുറകിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തീർത്തും സംശയിക്കുന്ന രീതിയിലാണ് ഇതിന് പരിഹരിക്കുക എന്നതിന് മുൻപ് ഇവരുടെ പ്രവാസിയുടെ ഒരു പറച്ചില്, അവരുടെ രോദനമൊന്ന് കേൾക്കാൻ പോലും, ചെവി കൊടുക്കാൻ പോലും തയ്യാറല്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ ഈ പ്രവാസികൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു UAE ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന കപ്പൽ യാത്ര എന്നുള്ളത്. അത് ഇവിടുത്തെ പാവപ്പെട്ട പ്രവാസികൾക്ക് വളരെ ആശ്വാസകരമായ ഒരു കാര്യമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ആ ഒരു പരിഹാര മാർഗം ഇപ്പോഴും ഒരു തടസ്സമായി നിൽക്കുന്നത്? ഇതിനൊരു പരിഹാരമായിട്ട് എയർ സർവീസിന് ബദലായിട്ട് ഈ പ്രവാസികളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരും UAE ഗവൺമെന്റും കൂടി ആവിഷ്കരിച്ച ഒന്നായിരുന്നു കപ്പൽ സംവിധാനം. പക്ഷെ ആ കപ്പൽ സംവിധാനത്തിന്റെ പിറകിലും ഏതോ പൊളിറ്റിക്സ് കടന്നുകൂടി. അതിന്റെ പിറകിലും ഈ എയർ സർവീസിന്റെ പിറകിൽ കടിക്കുന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ സാമ്പത്തിക മുതലാളിത്ത അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഏതോ നിഗൂഢ സാമ്പത്തിക സംഘങ്ങൾ ഇതിന് പിറകിലും പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അല്ല, ഇതിന്റെ പരിഹാര മാർഗമാണ് ഒരു അനുഭവിക്കുന്ന ആളുകൾ. ഇതിനകത്ത് ഈ പറയുന്ന പതിറ്റാണ്ടുകളായി പ്രവാസി അനുഭവിക്കുന്ന ഒരു വിഷയത്തിന് പരിഹാരം മുന്നോട്ട് വെക്കുമ്പോൾ പോലും അനുഭവിക്കുന്ന ആളുകൾക്ക് ആത്മവിശ്വാസമില്ല, ഇതിന് പരിഹാരം ഉണ്ടാവില്ല എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് സ്വാഭാവികമായും പ്രവാസികൾ എത്തിയിട്ടുണ്ട് എന്നത് സത്യമാണ്. ഇതിന്
ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് മറ്റൊരു ഓപ്ഷൻ ഇല്ല. നമുക്ക് ഏതൊരു പ്രോഡക്റ്റോ സർവീസോ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് മറ്റൊന്ന് ഓപ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇവിടെ ഇത്തരം വിമാന കമ്പനികൾ അവരെന്താണോ ചെയ്യുന്നത് നിന്ന് അനുഭവിക്കുക എന്നല്ലാത്ത പല ഓപ്ഷൻ. ഇപ്പം നമ്മൾ ബുഹാരി സാഹിബ് സൂചിപ്പിച്ചതുപോലെ കേരള ഗവൺമെന്റ് പ്രത്യേക താല്പര്യം എടുത്തിട്ടാണ് ഈ ഒരു ഷിപ്പ് മാർഗ് ദുബായ് ഗവൺമെന്റുമായി ചർച്ച എടുത്ത് അത് വലിയൊരു ചെറിയൊരു അളവിലെങ്കിലും സാരമായൊരു മാറ്റം ഉണ്ടാകും, പരിഹാരത്തിന്റെ ഒരു ശ്രമം ഉണ്ടാകുമായിരുന്നു. അതും നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലൈറ്റ് കമ്പനികൾ അവരുടെ താല്പര്യത്തിനെതിരാകുമ്പോൾ അവരുടെ താല്പര്യത്തിന് ഈ പ്രശ്നം പരിഹരിക്കും. വിമാന കമ്പനികളുടെ താല്പര്യത്തിന് അതിന്റെ താല്പര്യത്തെ നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരുടെ ലാഭേച്ഛയെ വെട്ടിമാറ്റുന്ന ഏത് പ്രശ്നത്തെയും അവര് ആ ഒരു ലോബി തട്ടി മാറ്റും, അല്ലെങ്കിൽ അതിനെ മുളയിലേ നുള്ളിക്കളയാനുള്ള ശ്രമം അവർ നടത്തും എന്നതാണ് ഇതിനും കാണുന്നത്. ഇതിനെ എനിക്ക് തോന്നുന്നു ഒരു വിഷയത്തിന് പരിഹാരം ഇല്ലാതിരിക്കുന്നുണ്ട്. പ്രവാസികളുടെ കൂട്ടായ്മ നിരന്തരമായി അതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഞാൻ ഇന്ന് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു KM വയനാട് ഈ കാര്യം ചോദിച്ചത് തന്നെ ഇന്ന് ദുബായിൽ ഒരു പരിപാടി നടന്നു. ആകാശച്ചതികൾ എന്ന ഒരു തലക്കെട്ടില് ICF ദുബായ് ചാപ്റ്ററാണ് എന്നുള്ളത് സംഘടിപ്പിച്ചത്. ഞാനതിൽ പങ്കെടുത്തു. എന്നാൽ ഇന്ന് അവരിത് പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്തതും ഈ സംഭവം. അതിനകത്ത് ഒട്ടേറെ മാധ്യമ പ്രതിനിധികളുണ്ടായിരുന്നു, ഒരുപാട് സംഘടനാ പ്രതിനിധികളുണ്ടായിരുന്നു, ഒരുപാട്. അവിടെ എനിക്കതിൽ പ്രത്യേകമായി ആകർഷിച്ചൊരു കാര്യം, ഈ ഒരു കാര്യം പറയുമ്പോൾ സാധാരണ രാഷ്ട്രീയത്തിന്റെയോ മറ്റ് കക്ഷി രാഷ്ട്രീയത്തിനധികമായി ഏക സ്വരത്തിൽ ആ പരിപാടിയിൽ പങ്കെടുത്ത ICF-ഉം പരിപാടിയിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മുഴുവൻ ആളുകളും ഏക സ്വരത്തിൽ ഈ ആകാശ ചതിക്കുഴിക്കെതിരെ രൂക്ഷമായിട്ട് തന്നെ പ്രതികരിച്ചു. പക്ഷെ അവിടെയൊക്കെ ഉയർന്നൊരു കാര്യം, ഈ പറയുന്ന പ്രവാസി സംഘങ്ങൾ എല്ലാ സംഘങ്ങളും മാത്രമല്ല അവിടെ ICF-ന്റെ ഒരു പ്രധാന കക്ഷി അതിനകത്ത് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് സമാന സ്വഭാവമുള്ള സംഘടനകളുമായി ചേർന്ന്. ഞാൻ മനസ്സിലാക്കുന്നു തൊട്ടടുത്ത് പറയേണ്ടത് KMCC ആണ്. കാരണം പ്രവാസികളുടെ ഒരു പ്രയാസത്തിൽ നമുക്ക് ചേർത്ത് പറയേണ്ട ഏറ്റവും മുൻപന്തിയിൽ പറയേണ്ട പേരാണ് KMCC. അപ്പൊ KMCC-യും ICF-ഉം തുടങ്ങി ഒരുപാട് സംഘടനകൾ, എല്ലാ സന്നദ്ധ സംഘടനകളും ചേർന്നുകൊണ്ട് മാത്രവുമല്ല അതിന് വിജയം വരെ സമരം നയിക്കാൻ കഴിയുന്ന ഒട്ടേറെ പ്രമുഖർ പലപ്പോഴും ഇതിനകത്ത് ഈ ഉദ്യമത്തിന് ഇറങ്ങിയിട്ട് വഴിയിൽ നിന്ന് പോയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മൈൻഡ് സെറ്റാണ്. ഇത് നമുക്ക് പരിഹാരമില്ലെന്ന് തോന്നിയാൽ സ്വാഭാവികമായി ഉണ്ടാവാം. അത് മാറി കുറെ കൂടെ നമ്മൾ ജാഗരൂകരായി വിജയം വരെ റിസൾട്ട് വരെ ഒന്നിച്ച് പ്രവാസികൾ നീങ്ങിയാൽ നമുക്ക് പരിഹാരം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാനൊന്നും വയ്യ. പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം.